Hi, welcome to Madcom. Team Madcom in a capsule series video like എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്തമാറ്റിക്സിലെ കോണിക് സെക്ഷൻ അകത്ത് സർക്കിളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെപ്പോൾ അഭിപ്രായം കൂടി കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ചോദ്യം ഇങ്ങനെയാണ്: കൺസിഡർ എ സർക്കിൾ സെന്റർഡ് അറ്റ് 3,0 ടച്ചസ് y ആക്സിസ് അറ്റ് ഒറിജിൻ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. അതായത് നമുക്കൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് 3,0 ആണ്. സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് 3,0 ആണ്. Then the circle touches the y-axis. Circle touches the y-axis at origin. Circle y-axisുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ഓക്കെ, സോ ഇവിടെയാണ് മീറ്റ് ചെയ്യുന്നത് വിചാരിച്ചോളാം. സോ മീറ്റഡ് അറ്റ് ഒറിജിൻ, ഒറിജിനിലാണ് മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കിൾ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. സോ നമുക്ക് ഈ ഒരു പോയിന്റിനെ 0,0 ആയിട്ട് അസ്യൂം ചെയ്യാം. സോ സർക്കിളിന്റെ ഒരു പോയിന്റ് മുതൽ സെന്റർ വരെയുള്ള ദൂരമായിരിക്കും എന്ത് റേഡിയസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ നോക്കി ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്താൽ ആ ലൈനിന്റെ 3,0 കിട്ടി, അപ്പുറത്തെ എൻഡിൽ 0,0 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. കറക്റ്റാ? ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് പോയിന്റുകൾ ഉണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ബി x1 y1 ആൻഡ് അനദർ പോയിന്റ് x2 y2 ഉണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള അകലം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അകലം കണ്ടുപിടിക്കാനായിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. കറക്റ്റാ? അതുപോലെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ ഏതാ? 3,0യും 0,0യും ആണ്. 3,0യും 0,0യും ഇവ തമ്മിലുള്ള അകലമാണ് റേഡിയസ് എന്ന് പറയുന്നത്. കറക്റ്റാ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? റേഡിയസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x2 minus x1 the whole square, അതായത് 3 minus 0 the whole square plus 0 minus 0 the whole square, that is equal to 3 minus 0 means 3 square, 0 minus 0 is 0 square, that is equal to square root of 9 എന്ന് കിട്ടും. കാരണം 0 square 0 ആയി, 3യുടെ സ്ക്വയർ 9 ആയി, റൂട്ട് 9 എന്ന് കിട്ടും. that is equal to plus or minus 3. ബട്ട് റേഡിയസ് ഒരു ലെന്ത് ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കുക. r is equal to 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റേഡിയസിന്റെ വാല്യൂ നമ്മൾ 3 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കണം. എങ്ങനെ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കാം? സെന്റർ 3,0 ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു ആർബിട്രറി പോയിന്റ് അസ്യൂം ചെയ്യുക. ലെറ്റ് ഇറ്റ് ബി x,y. ഓക്കെ, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? റേഡിയസ് r എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? കണ്ടുപിടിക്കാനായിട്ട് സെയിം ഇക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് r സ്ക്വയർ ഈക്വൽ ടു റേഡിയസിന്റെ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ ഈക്വൽ ടു x minus 3 the whole square. കറക്റ്റ് എന്താണ്? ഈ രണ്ട് പോയിന്റുകൾ x minus 3 the whole square plus y minus 0 the whole square. ആറിന്റെ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിച്ചു? 3 ആണെന്ന് കണ്ടുപിടിച്ചു. സോ 3യുടെ സ്ക്വയർ 9 ഈക്വൽ ടു x minus 3 the whole square plus y minus 0 means y square. x minus 3 എന്ന് ഓപ്പൺ ചെയ്യാം. a minus b whole square ഓപ്പൺ ചെയ്താൽ x square minus 6x plus 9 because a square minus 2ab plus b square plus y square ഈക്വൽ ടു 9 എന്ന് കിട്ടും. ഈ 9ഉം വെട്ടിക്കളയാം. ബാക്കി എന്തുണ്ട്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x ഈക്വൽ ടു 0. സോ ദിസ് ഇസ് ദി ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ ആണോ? വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യാൻ മറക്കരുത്. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.